Hello students, my name is Jitin Raj and ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSAT-ലെ 2024 ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് ആണ്. സോ ഈ വട്ടത്തെ CSAT-ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർഡ് ടു 2023 ഈ വട്ടത്തെ CSAT കുറച്ചും കൂടെ മീഡിയം അല്ലെങ്കിൽ ഒരു ഈസി ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കോൺസെപ്ച്വലായിട്ട് പഠിക്കേണ്ട നെസസിറ്റി ഓരോ വർഷം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ മാത്സും നമ്മൾ ബേസിക്സും കോൺസെപ്റ്റ്സും പഠിക്കണം. ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കുന്ന രീതി കോൺസെപ്ച്വൽ ക്ലാരിറ്റി വെച്ചിട്ടായിരിക്കണം. സോ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു ഇയറും കൂടിയാണ് ഈ വർഷത്തെ CSAT പേപ്പർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള ഇയറിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, ആ രീതിയിൽ പഠിച്ചു പോവുക. അപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല. മാത്സ് ക്വസ്റ്റ്യൻസും റീസണിങ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ പ്രൊവൈഡഡ് നിങ്ങളുടെ ബേസിക്സ് സ്ട്രോങ് ആയിരിക്കണം, നിങ്ങളുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി സെറ്റ് ആയിരിക്കണം. ഓക്കെ, സോ ഇത്തരം ക്ലാസ്സസ് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. ഈ ടൈപ്പ് കോൺസെപ്ച്വൽ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ അനാലിസിസിലേക്ക് പോവാം. So first question എന്ന് പറഞ്ഞാൽ what is the least possible number of cuts required to cut a cube into 64 identical pieces? Option A 8, option B 9, option C 12, option D 16. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്യൂബ് ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലേ. ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ഡയമെൻഷണൽ ഫിഗർ ആണ്. അപ്പോൾ 64 ഐഡന്റിക്കൽ പീസസ് വേണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, ആ ക്യൂബ് 4x4x4 ആയിരിക്കണം. 4x4x4 ആയിരിക്കണ്ടേ, ക്യൂബിൻ്റെ ബേസിക് ആണ്. അപ്പം നമ്മൾ ഇവിടെ വേർട്ടിക്കലി എത്ര 1 2 3 4 വേർട്ടിക്കലി നമ്മൾ ആ ക്യൂബിനെ 3 ആയിട്ട് ഇവിടെ വേർട്ടിക്കലി 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഹൊറിസോണ്ടലിയും 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പം എന്തായി, 4x4x4 ആയില്ലേ. പക്ഷെ ഇത് 2 ഡയമെൻഷണൽ ഫിഗർ ആണ്. നമുക്ക് ഇങ്ങനെതാ ഇങ്ങനെ എന്തുണ്ട്, ക്യൂബ് ഒരു 3 ഡയമെൻഷണൽ ഫിഗർ ആണ് അല്ലേ. അതിന് എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, ഇസഡ് ആക്സിസും ഉണ്ട് അല്ലേ. സെഡ് എന്ന് പറഞ്ഞ ആക്സിസും ഉണ്ട്. സോ ഇവിടെ നമ്മൾ 4 വെർട്ടിക്കൽ ലൈൻസും വരച്ചു, 4 ഹൊറിസോണ്ടൽ ലൈൻസും വരച്ചു അല്ലേ. പക്ഷെ നമുക്കത് ഇസഡ് ആക്സിസോടെ ഉള്ളതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ ഒരു 3 ലൈനും കൂടെ വരയ്ക്കണം. 3 ലൈനും കൂടെ വരച്ച് കട്ട് ചെയ്താലേ അത് പ്രോപ്പർ 4x4x4 ക്യൂബ് ആവുള്ളൂ. ദാറ്റ് ഈസ് 64 ക്യൂബ്സ് നമുക്ക് കിട്ടുള്ളൂ. സോ എക്സ് ആക്സിസിൽ നമ്മൾ എത്ര കട്ട് കൊടുത്തു, 3 കട്ട് നമ്മളിവിടെ ഹൊറിസോണ്ടൽ കൊടുത്തു. ഇതാ 3 കട്ട് വെർട്ടിക്കലായിട്ട് നമ്മൾ 3 കട്ട് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇസഡ് ആക്സിസ് ഇതാ ഇവിടെ 3, എക്സിൽ 3, ഇസഡിൽ 3. അങ്ങനെ ടോട്ടൽ നമ്മൾ എത്ര കട്ട് കൊടുത്തു, 3 + 3. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. 3 ഡയമെൻഷണൽ ഫിഗർ ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി ക്യൂബിൻ്റെ. സോ ആൻസർ എത്രയാണ്, ഓപ്ഷൻ ബി 9. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്യൂബിൻ്റെ സാധാരണ എത്ര കോർണേഴ്സ് ഉണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ല. സിമ്പിളായിട്ട് ഒരു ക്യൂബിനെ 64 ഐഡന്റിക്കൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര പോസിബിൾ നമ്പർ ഓഫ് കട്ട് ചെയ്താലാണ് അത് പോസിബിൾ ആവാമെന്നാണ് ചോദിച്ചത്. സോ ഇവിടെ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി 9 ആണ്. അതായത് ഒന്നുമില്ല, എക്സ് ആക്സിസിൽ 3 കട്ട് ചെയ്യണം, എന്നാലേ നമുക്കിത് അവിടെ 4 1 2 അല്ലേ, കൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. 2 3 4 അല്ലേ. ഇനി എന്താണ്, വേർട്ടിക്കലായിട്ട് നമ്മൾ 4 അല്ലേ, 4 കിട്ടണമെങ്കിൽ 1 2 3 കട്ട്. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടലായിട്ട് 3 കട്ട് ചെയ്തു, വേർട്ടിക്കലായിട്ട് 3 കട്ട് ചെയ്തു അല്ലേ. ഇനി ഇസഡ് ആക്സിസ് നമ്മൾ 3 ഡയമെൻഷണൽ ഫിഗർ ആണ്. ഇത് 2 ഡയമെൻഷണൽ ആണെങ്കിലാണ് ഇങ്ങനെ അല്ലേ. 3 ഡയമെൻഷണൽ ഫിഗർ ആണ് ക്യൂബ്, നിങ്ങൾക്ക് അറിയാലോ. ഒരു ക്യൂബ് എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഒരു 3 കട്ടും കൂടെ വേറെ ചെയ്യണം നെക്സ്റ്റ്. സോ ടോട്ടൽ 3 + 3 + 3 which is equal to 9. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. In the expression 5 * 4 * 3 * 2 * 1, star is chosen from plus minus into each at most 2 times. മാക്സിമം ഒരു സൈൻ 2 ടൈംസേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ? ഇതിലെ സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം 0 ആണ് അല്ലേ. അപ്പോൾ 0 ആണോന്ന്, 0 കിട്ടുമോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 5 * 4 * 3 * 2 * 1 അല്ലേ. ഇതിൻ്റെ ആൻസർ നമുക്ക് 0 കിട്ടും. യൂസിങ് ദീസ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഏതൊക്കെ യൂസ് ചെയ്യാം, നമുക്ക് പ്ലസ് യൂസ് ചെയ്യാം, മൈനസ് യൂസ് ചെയ്യാം, ഇൻറ്റു യൂസ് ചെയ്യാം അല്ലേ.
സോ ഇത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. മാക്സിമം ടൈം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും, പ്ലസും മൈനസും നമ്മുടെ ഒരു ലോജിക്ക് അനുസരിച്ച് ഇട്ട് നോക്കുക, എന്നിട്ട് 0 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 5 ആദ്യം മൈനസ് കൊടുത്തു, വീണ്ടും മൈനസ് കൊടുത്തു. അപ്പോൾ 5 മൈനസ് പ്ലസ്, ഇത് ബൈ കോമൺ സെൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്റ്റാറിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കുമ്പോഴാണ്, ഏതൊക്കെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് കൊടുക്കുമ്പോഴാണ് അത് 0 ആയിട്ട് മാറാന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്തുകൊണ്ടാണ് 0 എടുത്തത്? സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത വാല്യൂയിലേക്ക് പോകണം. അപ്പോൾ 5 മൈനസ് 4, ഇത് ബോർഡ് മാസ് റൂൾ അറിയാലോ എല്ലാവർക്കും. ബോർഡ് മാസ് റൂൾ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യും. ബോർഡ് മാസ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ബേസിക്സ് ആണ്. അപ്പോൾ മാത്സിൻ്റെ ബേസിക്സ് പഠിക്കേണ്ട നെസസിറ്റി മനസ്സിലായല്ലോ. സോ അവിടെ ഓർഡർ ഓഫ് ദ ബേസിക് ഓപ്പറേഷൻ ആണ് ബോർഡ് മാസ് റൂളിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 2 × 1 2 പ്ലസ് 5 മൈനസ് 4 1 1 മൈനസ് 3 മൈനസ് 2 മൈനസ് 2 പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ കറക്റ്റാണ്, 0 കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആൻസർ ഓപ്ഷൻ ഡി 0. ഞാൻ 2 മൈനസ് യൂസ് ചെയ്തു. മാക്സിമം ഒരു സിമ്പിൾ 2 ടൈംസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. 2 മൈനസ് യൂസ് ചെയ്തു, ഒരു പ്ലസ് യൂസ് ചെയ്തു, ഒരു ഇൻറ്റു സൈൻ യൂസ് ചെയ്തു അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ സൈൻ. ഓക്കെ, സോ സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. 0 ആണോ എന്ന് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്ത് നോക്കി. കാരണം എന്താ വെച്ചാൽ ഏറ്റവും സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 0. ഇതൊക്കെ നിങ്ങൾക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്ക് ആണ്. എ സർട്ടൻ നമ്പർ ഓഫ് മെൻ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 6k days. Where k is a natural number, by what percent should the number of men be increased so that the work can be completed in 5k days? ഇത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം? കെൻ്റെ വാല്യൂ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. കെ നാച്ചുറൽ നമ്പർ ആണ് അല്ലേ. സോ കെൻ്റെ വാല്യൂ ഞാൻ 5 കൊടുത്തു. കാരണം നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. എന്ത് ചെയ്യുക, കുറച്ചുകൂടെ കാൽക്കുലേഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് കെ കൊടുത്തു. അപ്പോൾ 30 അല്ലേ, 30 ഡേയ്സിലാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ 5k, അപ്പം ഇത് നമുക്ക് എഫിഷ്യൻസി എടുക്കുകയാണെങ്കിൽ 6 × 5 5 men 6 അല്ലേ, അങ്ങനെ എടുക്കാം. 5 × 6 ചെയ്താലാണ് 30 കിട്ടുന്നത് അല്ലേ. ഇനി 5k നമ്മൾ സെയിം ടോട്ടൽ വർക്ക് സെയിം ആണല്ലോ, 30 തന്നെ കിട്ടണം. നിങ്ങൾക്ക് ഏത് വാല്യൂ വേണമെങ്കിൽ എടുക്കാം. 1 എടുക്കാം. ഞാൻ 5 എടുത്ത് ഒന്ന് ഈസി ആയിട്ട് കാണിച്ച് തരുന്നു എന്നേ ഉള്ളൂ. സോ 6 × 5 30. 5 ഇൻറ്റു എന്ത് ചെയ്താലാണ് നമുക്ക് 30 കിട്ടുക? 6 ആണല്ലോ. സോ ഇത് നമ്പർ ഓഫ് മെൻ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 5 എന്താക്കി മാറ്റണം? ഇത് 6 ആക്കി മാറ്റണം. ക്ലിയർ ആണോ? 6k ഡേയ്സ് എന്നുള്ളത് 5k ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, നമ്മളെ ഡേയ്സ് കുറയുമ്പോൾ നമ്പർ ഓഫ് മെൻ കൂടണം, അങ്ങനെയല്ലേ? അതായത് കൂടുതൽ മെൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. മെന്നിൻ്റെ എണ്ണം കുറവാണെങ്കിൽ, നമ്പർ ഓഫ് പേഴ്സൺസിൻ്റെ എണ്ണം കുറവാണെങ്കിൽ എന്താ പ്രശ്നം? നമുക്ക് കൂടുതൽ ടൈം എടുക്കും അല്ലേ. സോ ഇവിടെ നമുക്ക് ടോട്ടൽ, അതായത് 6k ഡേയ്സ് ഉള്ള വർക്ക് 5k ഡേയ്സിൽ തീർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 5 ഉള്ള മെൻ, നമ്പർ ഓഫ് മെന്നിനെ 6 ആക്കി മാറ്റുന്നതിന് തുല്യമാണ് അല്ലേ. സോ 5 6 ആക്കി മാറ്റാന്ന് പറയുമ്പം എത്ര ഇൻക്രീസ് വരുന്നുണ്ട് അവിടെ? 5ൻ്റെ മുകളിൽ 1 ഇൻക്രീസ് വന്നു. 1/5 × 100% മാറ്റുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 20%. ക്ലിയർ ആണോ? ഓപ്ഷൻ സി വളരെ ഈസിയാണ്. 1/5 × 100 വിച്ച് ഈസ് ഈക്വൽ ടു 20%. Next question, X, Y and Z can complete a piece of work individually in 6 hours, 8 hours and 8 hours respectively. However, only one person at a time can work in each hour and nobody can work for 2 consecutive hours. All are engaged to finish the work. What is the minimum amount of time that they will take to finish the work? അപ്പം നമുക്ക് ടൈം ആൻഡ് വർക്ക് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഒരാൾ 6 hours കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, മറ്റേ ആൾ 8 hours. തേർഡ് പേഴ്സണും ഇസഡും എന്താണ്? എക്സ് വൈ ഇസഡ് 8 hours. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ടോട്ടൽ വർക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ മൂന്നിൻ്റെയും LCM എടുക്കുക. LCM ഓഫ് 6, 8 and 8.
6, 8 ആൻഡ് 8ൻ്റെ LCM നിങ്ങൾക്കറിയാം 24 ആണ് അല്ലേ. 8ൻ്റെ മൾട്ടിപ്പിൾ എടുത്ത് നോക്കിയാൽ മതി. 6ഉം കൂടെ പോകുന്ന 8ൻ്റെ മൾട്ടിപ്പിൾ, ആദ്യത്തെ മൾട്ടിപ്പിളാണ് നമ്മുടെ LCM. അത് ഈസി മെത്തേഡ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 24 ആണ് അല്ലേ. അതിൽ എക്സ് 6 hours കൊണ്ട് വർക്ക് ചെയ്യുമെങ്കിൽ എക്സിൻ്റെ എഫിഷ്യൻസി അല്ലേ, അല്ലെങ്കിൽ എക്സിൻ്റെ 1 hourലെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 24 6ൽ എത്ര ടൈംസ്? 24ൽ 6 എത്ര ടൈംസ് പോകും? 4 ടൈംസ്. വൈ 8 hours കൊണ്ടാണ് 24 വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ. സോ വൈ 1 hourൽ ചെയ്യുന്ന വർക്ക് 3 വർക്കാണ്. ഇസെറ്റിൻ്റെ കേസ് ആണെങ്കിലോ ഇസെറ്റ് 8 hours കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ 24 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 3 ആവും അല്ലേ. ക്ലിയർ ആണോ? സോ ഒരു അവറിൽ എക്സ് വർക്ക് ചെയ്യുന്ന വർക്ക് 4 ആണ്, വൈ 3 ആണ്, ഇസെറ്റ് 3 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവരെല്ലാം കൂടെ വർക്ക് ചെയ്യും. പക്ഷെ എന്താ പറഞ്ഞത്? നോബഡി ക്യാൻ വർക്ക് ഫോർ 2 consecutive hours. 2 consecutive ഹവേഴ്സിൽ സെയിം പേഴ്സൺ വർക്ക് ചെയ്യില്ല. നമുക്ക് എന്താ ചെയ്യേണ്ടത്? വാട്ട് ഈസ് എ മിനിമം എമൗണ്ട് ഓഫ് ടൈം? ഏറ്റവും പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഏറ്റവും പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ള ആൾ വർക്ക് ചെയ്യണം, 4. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, 3 ആണ് അല്ലേ. വീണ്ടും 4, വീണ്ടും 3, വീണ്ടും 4, വീണ്ടും 3. ഇപ്പോൾ എത്രയായി? 4 + 3 7, 7 + 4 11, 11 + 3 14, 14 + 4 18, 18 + 3 21. ഇനി നമുക്ക് ഏറ്റവും സ്പീഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ 4 വർക്ക് ചെയ്യുന്ന ആൾ തന്നെ വേണം. പക്ഷേ നമുക്കിവിടെ എത്രയായി? 4 + 3 7, 7 + 4 11, 11 + 3 14, 14 + 4 18 ആൻഡ് 18 + 3 21, 21. പിന്നെ നമുക്ക് 3 വർക്ക് മതി 24 കംപ്ലീറ്റ് ആവാൻ അല്ലേ. 3 വർക്കും കൂടെ ചെയ്താൽ 24 കംപ്ലീറ്റ് ആവും. പക്ഷെ അവിടെ 1 hourൽ 4 വർക്ക് ചെയ്യുന്ന പേഴ്സണാണ് എക്സ് അല്ലേ. സോ നമുക്ക് 3 മതി. എക്സിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 4 ആണ്. സോ എക്സ് എത്ര ടൈം എടുക്കും 3 വർക്ക് ചെയ്യാൻ? 1 മണിക്കൂറിൽ എക്സ് 4 വർക്ക് ചെയ്യും. ആ എക്സിന് 3 വർക്ക് ചെയ്യാൻ 3/4 ടൈം പോരെ. അപ്പോൾ 1 hour എന്ന് പറഞ്ഞാൽ 60 minutes ആണെന്ന് നമുക്കറിയാം അല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 45 minutes. ക്ലിയർ ആണോ? സോ ഇവിടെ 1 hour, ഇവിടെ 1 hour, ഇവിടെ 1 hour, ഇവിടെ 1 hour. ടോട്ടൽ എത്രയായി? 1 2 3 4 5 6, 3 വരെ, ഇവിടെ വരെ 6 hours ആയി. 6 hours-ഉം അവസാനം ഒരു 45 minutes. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, 6 hours and 45 minutes. ഇത് കൗണ്ട് ചെയ്താൽ മതി. 1 2 3 4 5 6 അല്ലേ. 6 hours-ഉം 45 minutes. സിമ്പിൾ ആണല്ലോ. സോ ഇങ്ങനെയാണ് നമ്മൾ LCM മെത്തേഡ് ഉപയോഗിച്ചിട്ട് ടൈം ആൻഡ് വർക്ക് ടൈപ്പ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. How many consecutive zeros are there at the end of the integer obtained in the product 1 square into 2⁴ into 3⁶ into 4⁸ into 25⁻50? ഇതിൽ എത്ര സീറോസ് ഉണ്ട്? കോൺസിക്യൂട്ടീവ് സീറോസ് ആർ ദർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇൻറ്റിജർ. അപ്പോൾ നമുക്കറിയാം സീറോസ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2 × 5 കോമ്പിനേഷനിലാണ് നമ്മൾ സീറോസ് ജനറേറ്റ് ചെയ്യുക. 2 × 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും അല്ലെ. സീറോ ജനറേറ്റ് ചെയ്യും. അപ്പോൾ എത്ര 2 × 5 ഉണ്ടോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 0 കിട്ടുന്നത്. സോ ഇവിടെ നോക്കുമ്പം 2 ഒരുപാടുണ്ടല്ലേ. 2⁴ 2 ഉണ്ട്, 4ൽ 2² ഉണ്ട്. ഇനി 6-ലാണെങ്കിൽ 2 × 3 എന്ന് എഴുതാം, 8-നെ 2³ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് 2 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഏറ്റവും കുറവുള്ള 2ലും 5ലും ഏറ്റവും കുറവ് ഏതാണോ അതിന് ലീസ്റ്റ് നമ്പർ ആയിട്ടുള്ള അതിൻ്റെ നമ്പർ കൗണ്ട് ചെയ്താൽ നമുക്ക് അത്രത്തോളം സീറോസ് ഉണ്ടെന്ന് പറയാം. സോ ഇവിടെ 2 ഒരുപാട് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എത്ര നമ്പർ ഓഫ് 5s കൗണ്ട് ചെയ്താൽ നമ്പർ ഓഫ് 5 തന്നെയായിരിക്കും എന്ത്? നമ്പർ ഓഫ് സീറോസ്. നമ്പർ ഓഫ് 5 എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക, അത് തന്നെയായിരിക്കും നമ്മുടെ നമ്പർ ഓഫ് സീറോസ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് 5s കൗണ്ട് ചെയ്യാം. ഇവിടെ 4⁸ കഴിഞ്ഞാൽ പിന്നെ 5⁻10 വരുന്നുണ്ട്. ഓക്കെ, ഇനി എവിടെ വരുന്നത്? 10⁻20 വരുന്നുണ്ട്. 10⁻20ൽ 5 × 2 ആണല്ലോ. അപ്പോൾ അവിടെ 5⁻20 ഒരു 25 വരുന്നുണ്ട്. ഓക്കെ, ഇനി 15⁻30 വരും. 15⁻30. അപ്പോൾ അവിടെ ഒരു 5⁻30 വരുന്നുണ്ട്. കാരണം 3 × 5 എന്ന് എഴുതാം 15. ഇനി 20⁻40 വരുന്നുണ്ട്. അവിടെ എന്ത് വരുന്നുണ്ട്? 20⁻40ൽ അതിനെയും 5 × 4 എന്ന് എഴുതാം. അപ്പോൾ അവിടെ ഒരു 5⁻40 വരുമല്ലോ. ഓക്കെ, ഇനി അവസാനം 25⁻50 വരുന്നുണ്ട്.
25/50. 25 എനിക്ക് എങ്ങനെ എഴുതാം? 5 സ്ക്വയർ ഓൾ റേസ് ടു 15 എഴുതാം. അപ്പോൾ അവിടെ ടോട്ടൽ 5/100 വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ 105 വരുന്നുണ്ട്, ഇവിടെ 45 വരുന്നുണ്ട്, ഇവിടെ 35 വരുന്നുണ്ട്, ഇവിടെ 20 വരുന്നുണ്ട്, ഇവിടെ 10 വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 100 പ്ലസ് 40 140, 140 പ്ലസ് 30 170, 170 പ്ലസ് 20 190, 190 പ്ലസ് 10 വിൽ ഗിവ് യു 200. സോ എത്ര സീറോസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 200 സീറോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് 5ൻ്റെ എണ്ണം കുറവായതുകൊണ്ടാണ് അത് നമ്മൾ കൗണ്ട് ചെയ്തത്, വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സീറോസ്. ഇൻ കേസ് ഇവിടെ 2ൻ്റെ എണ്ണമാണ് കുറവെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് 2s കൗണ്ട് ചെയ്താൽ മതി, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സീറോസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ January 1st 2023 a person saved ₹1. On January 2nd 2023 he saved 2 more than that on the previous day. അല്ലേ? On January 3rd 2023 he saved ₹2 more than that on the previous day and so on. അങ്ങനെ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മുന്നേ സേവ് ചെയ്ത ഡേൻ്റെ 2 കൂടുതലായിരിക്കും നെക്സ്റ്റ് ഡേ. ഓക്കെ, at the end of which date was his total savings a perfect square as well as a perfect cube? പെർഫെക്റ്റ് സ്ക്വയറും ആയിരിക്കണം, പെർഫെക്റ്റ് ക്യൂബും ആയിരിക്കണം. അല്ലേ? നമുക്കറിയാം പെർഫെക്റ്റ് സ്ക്വയറും പെർഫെക്റ്റ് ക്യൂബും ആയിട്ടുള്ള നമ്പർ ഏതാണ്? നമ്മളിതൊക്കെ ബേസിക്സിൽ പഠിച്ചതാണ്. ആദ്യത്തെ നമ്പർ എന്താണ്? 64 ആണ്. അല്ലേ? 64. ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ 64 കിട്ടിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഡേ പുള്ളി ₹1 ആണല്ലോ, സെക്കൻഡ് ഡേ പുള്ളി +2 3, തേർഡ് ഡേ 5, പിന്നെ 7, പിന്നെ 9, പിന്നെ 11. അല്ലേ? അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുക. പിന്നെ 13. ഇപ്പോൾ എത്രയായി? 1 + 3 4, 4 + 5 9, 9 + 7 16, 25 36 49. അല്ലേ? 49 + 15 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സാക്ട്ലി 64. സോ ഇത്രയും ഡേയ്സ് എടുക്കും. അപ്പോൾ എത്രയായി? 1 ഡേ 2 ഡേ 3 ഡേ 3rd ഡേ 4th 5th 6th 7th 8th. 8 ദിവസം എടുക്കുമ്പോൾ ടോട്ടൽ 8 days ആർ റിക്വയർഡ്. 8ാമത്തെ ദിവസമാണ് എന്ത്? പുള്ളിയുടെ സേവിങ്സ് പെർഫെക്റ്റ് ക്യൂബും പെർഫെക്റ്റ് സ്ക്വയറും ആവുന്ന നമ്പർ ആവുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 64. ഈസി അല്ലേ? സോ 1st January മുതൽ നമ്മൾ 8 ഡേയ്സ് കൗണ്ട് ചെയ്താൽ 1st January 2nd January 3rd January 4th 5th 6th 7th 8th. ആൻസർ ഈസ് ഓപ്ഷൻ ബി. സിമ്പിളായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. എക്സാം ഹോളിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ? ഇവിടെ വേണമെങ്കിൽ നമുക്ക് AP-ൻ്റെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ലോജിക്കൊക്കെ എടുത്ത് ചെയ്യാം. പിന്നെ അത് വെറുതെ ഇക്വേഷൻ ഒന്നും ഇട്ട് ചെയ്യേണ്ട കാര്യമില്ല, ചെറിയ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്താൽ തന്നെ കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സും ഈസി മെത്തേഡ്സ് ആക്കി മാറ്റുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഈ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. അപ്പം ഓക്കെ, താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.